തെലങ്കാടിനെ തകർത്തെറിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ. പ്രകൃതി സർവനാശം വിതയ്ക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കുടിയേറ്റ ഗ്രാമമായ വിലങ്ങാട്. തിങ്കളാഴ്ച രാത്രിയിൽ ആരംഭിച്ച പെരുമഴ പുലർച്ചെയോടെ ഉഗ്രരൂപം കൈവരിക്കുകയായിരുന്നു. അടിച്ചിപ്പാറ മഞ്ഞക്കുന്ന് ഭാഗത്താണ് പുലർച്ചെ 2 മണിയോടെ ഉരുൾപൊട്ടിയതെന്ന് കരുതുന്നു. വൻമരങ്ങളും പാറക്കൂട്ടങ്ങളും താഴേക്ക് ഒലിച്ചു വരികയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം വെലങ്ങാട് സിറ്റിയെ ദുരന്ത ഭൂമിയാക്കി മാറ്റി. തടിക്കഷ്ണങ്ങളും ഭീമം കല്ലുകൾ കൊണ്ടും ടൗൺ നിറഞ്ഞു. മഞ്ഞച്ചിലി, അടിച്ചിപ്പാറ, മലയങ്ങാട്, പാനം, വലിയ പാനം, പന്നിയേരി, മുച്ചക്കയം എന്നിവിടങ്ങളിലായി നിരവധി തവണ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. അടിച്ചിപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് അധ്യാപകനായ കുളത്തുങ്കൽ മാത്യുവിനെ കാണാതായ അധ്യാപകന് വേണ്ടി NDRF സംഘം തിരച്ചിൽ തുടരുകയാണ്. പുഴയോരങ്ങളിലുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും 18ഓളം വീടുകളും നിരവധി വാഹനങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട്. 100 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. 2018 മഹാപ്രളയത്തിലും 2019 പ്രകൃതി ദുരന്തങ്ങൾ വെലങ്ങാടിനെ വേട്ടയാടിയെങ്കിലും ഇത്തവണ അതിലേറെ ഭീകരമാണ് വെലങ്ങാട്ടെ നാശനഷ്ടങ്ങൾ.